അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്മാഉല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ. ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി നമ്മൾ പഠിക്കാനൊരുങ്ങുകയാണ്. മനുഷ്യ മനസ്സ് ഏറെ ദുർബലമാണ്. പരീക്ഷണ ഘട്ടങ്ങളിലും നിസ്സഹായാവസ്ഥയിലും അവനുള്ളിൽ വിശ്വാസം പോലും തകർന്നു പോകുന്ന രൂപത്തിൽ, ചഞ്ചലപ്പെട്ടു പോകുന്ന രൂപത്തിൽ മനുഷ്യ മനസ്സുകൾ തകർന്നു പോകാറുണ്ട്. പക്ഷേ അതേറെ ഭയാനകമാണ്. തൗഹീദ് നഷ്ടപ്പെടുക എന്നത് സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന കാര്യമാണല്ലോ. എന്നാൽ അസ്മാഉൽ ഹുസ്നയുടെ പഠനം മനുഷ്യ ദുർബലതയെ ശക്തിപ്പെടുത്തുകയും തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ അവനെ സഹായിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. സർവശക്തനായ യഥാർത്ഥ ദൈവത്തിൻ്റെ അള്ളാഹു എന്ന നാമത്തെ സംബന്ധിച്ചാണ് ആദ്യമായി നമ്മൾ പഠിക്കുന്നത്. സൃഷ്ടാവും സൃഷ്ടിപരിപാലകനും നിയന്താവും രക്ഷിതാവും സംരക്ഷകനും ഉടമസ്ഥനുമായ ഏകനായവനെ കുറിക്കുന്ന സംജ്ഞാനാമമാണ് അള്ളാഹു. മഹത്വമേറിയവനും യഥാർത്ഥ ആരാധ്യനുമായവൻ്റെ അതിസുന്ദരവും അതിമഹത്തായതുമായ നാമം. അള്ളാഹു എന്ന നാമം അവന് മാത്രം പ്രത്യേകമായ നാമമാണ്. അതുകൊണ്ട് മറ്റൊന്നിനും നാമകരണം ചെയ്തുകൂടാ. ഇലാഹ് എന്ന പദത്തിലേക്ക് അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകമാക്കിയതാണ് അള്ളാഹു എന്ന് പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഥവാ സാക്ഷാൽ ആരാധ്യൻ, യഥാർത്ഥ ദൈവം എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്. മനുഷ്യരെ പലരെയും ആരാധിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നത് അള്ളാഹു മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം വെറും ദൈവിക സങ്കല്പങ്ങൾ മാത്രമാണല്ലോ. അള്ളാഹു എന്ന നാമത്തെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അസ്മാഉൽ ഹുസ്നയുടെ മുഴുവൻ ആശയങ്ങളെയും പൂർണ്ണമായും ഉൾക്കൊള്ളുകയും അറിയിക്കുകയും ചെയ്യുന്ന ഏകനാമമാണ് അള്ളാഹു. അതെ, ഹൃദയങ്ങൾ ഭയക്കുകയും മനസ്സുകൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ ആരാധ്യനുള്ള നാമമാണ് അള്ളാഹു. അവനെക്കുറിച്ചുള്ള നിരന്തരമായ ദിക്റും അവനോടുള്ള ശുക്റും നമുക്കവനോടുള്ള ഇഷ്ടവും ഇണക്കവും വർദ്ധിപ്പിക്കും. അങ്ങനെ അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. സൃഷ്ടികർത്താവിന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള നാമം കൂടിയാണ് അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ മാത്രം 2062 തവണ പ്രസ്തുത നാമം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 33 ആയത്തുകൾ ആരംഭിച്ചത് അള്ളാഹു എന്ന നാമം കൊണ്ടാണ്. സർവശക്തനായ യഥാർത്ഥ ആരാധ്യനായ അള്ളാഹു എന്ന നാമം ഉച്ചരിക്കുന്നത് നിമിത്തം മനുഷ്യ ജീവിതത്തിലെ ദുരിതങ്ങളും ക്ലേശങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. ജീവിത ക്ലേശമോ മനോദുഃഖമോ ബാധിച്ചവരോട് ചൊല്ലുവാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം കൽപ്പിച്ചിട്ടുണ്ട്: അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവ്, ഞാൻ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ചേർന്നണയാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.